ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള കരത്തിൻ കീഴില് നമ്മുടെ ജീവിതമാകുന്ന പാനപാത്രം നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമേ, ഒരു സമാധാനത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ. നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 1:38 പറയുന്നുണ്ട്, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് അമ്മ തന്നെ വിട്ടുകൊടുക്കുകയാണ് ദൈവഹിതത്തിനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സൗന്ദര്യവും ഏറ്റവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ നിറവേറ്റുവാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ്. അപ്പോൾ സങ്കടത്തിന്റെ സന്തോഷത്തിന്റെ സമയങ്ങളെല്ലാം ദൈവം നമ്മുടെ ഇടയിൽ കടന്നു വരുകയാണ്. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മകനെ, ഒരു മകളെ ദൈവമായ കർത്താവ് ഒരിക്കലും തളർന്നു പോകാൻ അനുവദിക്കില്ല. പ്രാർത്ഥനയുടെ, വിശ്വാസത്തിന്റെ, ദൈവാശ്രയത്തിന്റെ മക്കളായിട്ട് നമ്മൾ മാറുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, 2 ദിനവൃത്താന്ത പുസ്തകത്തില് 7-ാം അധ്യായത്തില് 15-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് ഉയർന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. വിശ്വസിക്കാം മക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവമായ കർത്താവ് ഓരോ നിമിഷവും ഉത്തരം നൽകുന്നവനാണ്, നമ്മെ നോക്കിയിരിക്കുന്നവൻ. നമുക്ക് വേണ്ടിയിട്ട് അവിടുത്തെ കാതുകൾ തുറന്നു തന്നിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നതാണ്. എന്റെ നാമം പേർന്ന് എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താല് ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യുമെന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം പറയുന്നുണ്ട്. ദൈവമായ കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുന്നവരെ, തന്റെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരെ കർത്താവ് സ്വർഗത്തിന്റെ വാതില് തുറന്ന് തന്നുകൊണ്ട് അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിച്ച് അവരുടെ കുടുംബത്തെ, അവരുടെ ദേശത്തെ സമ്പുഷ്ടമാക്കും എന്ന് ഉറപ്പു തരികയാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. പരിശുദ്ധ അമ്മ മാതാവ് തന്നെ എളിമപ്പെടുത്തി വിട്ടുകൊടുത്തപ്പോഴും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി. നമുക്ക് വിശ്വസിക്കാം, ദൈവഹിതത്തിന് ഇന്നത്തെ ദിവസം നമുക്ക് ആമേ പറയാം. നമ്മൾ കടന്നു പോകുന്ന വഴികൾ എന്തുമാകട്ടെ, പക്ഷേ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അമ്മ മാതാവ് നമ്മുടെ കൂടെയുണ്ട്. സ്വർഗം നമുക്ക് തന്ന ഏറ്റവും വലിയൊരു മധ്യസ്ഥയാണ്. അത് ലോകത്തിന്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് കടന്നു വന്ന് വിശുദ്ധ പത്രോസ് പറയുന്നത് പോലെ അമ്മയെ സ്വീകരിക്കുന്നവർ സ്വർഗ കവാടം സ്വീകരിക്കുകയാണ്. സ്വർഗത്തെയും ഭൂമിയും കൂട്ടിയെടുക്കുന്ന അമ്മ മാതാവിന്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമുക്ക് വേണ്ടി ഈശോസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കും. എല്ലാം വിട്ടുകൊടുക്കാം. ദൈവമേ, പരിശുദ്ധ അമ്മയുടെ വലിയ കാരുണ്യം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നല്ലൊരു ദിവസം, പ്രാർത്ഥനയുടെ ദിവസമാക്കി നമുക്ക് മാറ്റാം.